നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈഡ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് പറയാനുള്ളത് ഒരു നോവലെഴുത്തുകാരിയുടെ കഥയാണ്. നമ്മുടെ വാരികയിലൊക്കെ നോവൽ എഴുതുന്ന ഫേമസ് ആയുള്ളൊരു നോവലിസ്റ്റാണ്. അപ്പോൾ അടുത്ത കഥ അവൾ അനൗൺസ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദിവാസികളെ കുറിച്ചുള്ളൊരു കഥയാണ് അവൾ അനൗൺസ് ചെയ്തത്. അപ്പോൾ ആദിവാസികളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കാട്ടിൽ പോയി താമസിച്ച് അവിടെ പഠിക്കണം. അപ്പോൾ ഈ കാടുകളിൽ ഇങ്ങനെ കേബിനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ കാടിൻ്റെ ഉള്ളിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വല്ല ആനയോ കരടിയോ പുലിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റൊരു ചെറിയ ഘടകമുണ്ട്. അപ്പോൾ അങ്ങനെ കടക്കാൻ പറ്റില്ല. ഇപ്പോൾ കടന്നാലും ഇതൊരു ഉരുക്കൊണ്ടുള്ള കേബിനുകളാണ്. എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മൃഗങ്ങളെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ താമസിച്ച് അവിടെ ആദിവാസികളെ കുറിച്ച് പഠിച്ച് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സുന്ദരി കാട്ടിലേക്ക് കാറിൽ പുറപ്പെടുക. അങ്ങനെ കാറിൽ പുറപ്പെട്ടിട്ട് അപ്പോൾ ഈ റിസോർട്ടൊക്കെ ഈ കേബിനൊക്കെ നടത്തുന്നത് അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിലെ മുതലാളിനി കേബിനൊക്കെ നടത്തുന്നത് ഒരു 5-8 കേബിൻ അവർക്ക് കാടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിലൊരു കേബിൻ്റെ താക്കോല് പോയിട്ട് അവിടെ നിന്ന് ഇവള് വാങ്ങിച്ചു. അപ്പോൾ അവിടെ ഈ പെട്രോൾ പമ്പിൽ അവിടെ ഒരാളുള്ളൂ, മുതലാളിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ജോലിക്കാരുണ്ട്. അവൻ തന്നെ ഈ കേബിൻ്റെ താക്കോൽ എടുത്ത് കൊടുത്തത്, അവൻ തന്നെ പെട്രോൾ അടിച്ചും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അവിടെ വെച്ചിട്ട് തന്നെ ഇവിടെ തട്ടാനും മുട്ടാനൊക്കെ നോക്കി. പക്ഷെ ഇവിടെ അതൊക്കെ മാറി നിന്ന് ഇവിടെ അങ്ങനെ നേരിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അവിടെ വഴിയൊക്കെ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞു ഞാൻ വരാൻ വേണമെങ്കിൽ അവിടെ കാണിച്ചു തന്നെ പറഞ്ഞു വഴിയൊക്കെ എനിക്കറിയാം, ഞാനത് ഗൂഗിളിൽ നോക്കിയിട്ട് ഞാൻ പോകണമെന്ന് വന്നിട്ട് ഇവൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് തന്നെ ഇവള് നേരിട്ട് ആ കേബിലേക്ക് ചെല്ലുക. അപ്പോൾ കൊടും കാട്ടിലെ ഈ കേബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എന്നപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല പ്രകൃതി ഭംഗി, കുരങ്ങ്, പലവിധ മൃഗങ്ങൾ, ആട്ടണ്ണാൻ, അതുപോലെ തന്നെ മയിൽ, എല്ലാം കൂടി അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടി നടന്നു പോകണം ഈ ആദിവാസി കോളനിയിലേക്ക്. അപ്പോൾ ഇവളിവിടെ താമസിച്ച് ആദിവാസി കോളനീനെ പറ്റിയുള്ള കഥകൾ ഇങ്ങനെ എഴുതാനായിട്ട് ഇവള് വന്ന് ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്തു, കമ്പ്യൂട്ടർ വെച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇവള് വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വരുന്നില്ല പൈപ്പിൽ. അപ്പോൾ തന്നെ ഈ പെട്രോൾ പമ്പിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഈ പ്ലംബിങ്ങിന് എന്താ പ്രശ്നമുണ്ട്, വെള്ളമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പെട്രോൾ പമ്പിൽ കണ്ടുള്ള അവൻ വന്നു നോക്കി, പൈപ്പൊക്കെ ശരിയാക്കി കൊടുത്തു, വെള്ളമൊക്കെ ശരിയാക്കി കൊടുത്തു. പക്ഷേ ഇവനാച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ അവൻ അങ്ങനെ അതും പറഞ്ഞ് അത് കഴിഞ്ഞ് അവൻ പോയി. ഇവളാച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ ഒരു ശല്യവും ഇല്ല, വളരെ സുഖകരമായിട്ടുള്ള ജീവിതം. അതുപോലെ തന്നെ ഇവൾക്ക് പല അനുഭവങ്ങളും എഴുതാം. അതുപോലെ ഒരു നേരം എടുത്തു കഴിഞ്ഞാൽ ഇവള് ആദിവാസി കോളനിയിലേക്ക് പോകും. അവിടെ നിന്ന് കുറേ ആൾക്കാരായിട്ട് സംസാരിക്കും, അവരുടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീണ്ടും കേബിളിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങും. അങ്ങനെയാണ് അവളുടെ ശൈലി. അപ്പോൾ ഇവൾ തന്നെ സ്വയമായിട്ട് ഭക്ഷണങ്ങളൊക്കെ വയ്ക്കുക ചെയ്യുന്നത്. വേറെ ഭക്ഷണങ്ങൾ കിട്ടാനായിട്ട് വഴിയൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ പുറത്തൊരു ശബ്ദം കേട്ടപ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ആ സൈഡിലും ഈ സൈഡിലൊക്കെ നോക്കിയപ്പോൾ ആരും കാണാനില്ല. അങ്ങനെ തന്നെ അവൾ വാലടച്ച് ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ട് അവിടെ ഉണ്ട് ഇവള് പുറത്ത് പോയ തക്കത്തിൽ ആ പെട്രോൾ പമ്പിൽ ജോലിയുള്ള ആ അയാൾ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇയാളെ കണ്ടോട് കൂടിയിട്ട് ഉള്ളിൽ ചോദിച്ചാൽ എന്താ താൻ എപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി, നിങ്ങളെന്താ ഇവിടെ അതിൻ്റെ ഉള്ളിൽ കടന്നു പോകണമെന്ന് പുറത്ത് പറഞ്ഞു. അപ്പോൾ ഉണ്ട് അവൻ്റെ കൂട്ടുകാർ 3 പേരും കൂടി വേറെ. ആ 3 പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ പോയിട്ട് വേറൊരു കേബിനുണ്ട്, അവിടെ താമസിക്കുന്ന 3 കസ്റ്റമേഴ്സാണ്. അവരും കൂടി ഇവിടെ 4 പേരാണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അതേ നീ ബഹളം കാര്യങ്ങളൊന്നും വെച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും നിന്നെ പരിപാടി ചെയ്യണം. അതിന് നീ സമ്മതിച്ചാൽ നമുക്ക് വളരെ ഹാപ്പിയായി, അല്ല സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബലാത്കാരമായിട്ട് ഞങ്ങൾ 4 പേരും പരിപാടി ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇവൾക്ക് അങ്ങോട്ട് ഇവളുടെ കയ്യിലാണെന്ന് പല സാധനങ്ങളൊക്കെ ഉണ്ട്. പെപ്പർ സ്പ്രേ ഉണ്ട്, ഇവളുടെ കയ്യിൽ തോക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇവളപ്പം തന്നെ ഇവൾക്ക് മനസ്സിലായി സംഗതി പ്രശ്നത്തിലേക്കാണ് പോകണമെന്ന് മനസ്സിലായി. ഇവിടെ പെപ്പർ സ്പ്രേ എടുത്തിട്ട് ആദ്യം അടിച്ചോട്ട് 2 പേരെ മുകളിലേക്ക് അടിക്കാൻ പറ്റില്ല. 3ാമത്തെ വന്ന് പെപ്പർ സ്പ്രേ തട്ടി കളഞ്ഞു. അപ്പോൾ ഇവിടെ തോക്കെടുത്തിട്ട് വെടിവെച്ചപ്പോഴേക്കും അവർ അത് തട്ടി കളഞ്ഞോണ്ടിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോക്ക് കണ്ടപ്പോൾ അവർ ഇത്തിരി പിന്നാക്കം പോയി ആ തപ്പ് നോക്കിയിട്ട് ഇവള് കേവിൻ്റെ വാതിൽ വന്നിട്ട് ഇവിടെ ഓടി നോക്കിയപ്പോൾ ഇതിൻ്റെ ഓടി ചെന്നിട്ട് ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുറച്ചങ്ങോട്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ നമ്മുടെ കാട്ടിൽ നമ്മുടെ ഒരു വാർഡന്മാരൊരു ഇതുണ്ട്, നമ്മുടെ കാട്ടിലെ വനപാലകരെ ഒരു ഓഫീസുണ്ട് അവിടേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, 2-3 ആൾക്കാർ എൻ്റെ കേബിളിൽ അതിക്രമിച്ച് കയറി,
ഞാനിപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എവിടെയാണ് കേബിൻ എന്ന് പറഞ്ഞു. ഏതാ കേബിനാന്ന് ചോദിച്ചാൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാരൻ ഒരാൾ വിളിയും കൊണ്ട് ജീപ്പിൽ നേരിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നു നോക്കിയാൽ പിന്നെ ഇവിടെ ആരും കാണാനില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ നുണ പറയുകയാണോ, ഇവിടെ ആരും ഇല്ലല്ലോ, ഇവിടെ ഒന്നും വീണ് കിടക്കണില്ല, ഒന്നും ഇത് ചെയ്തില്ല, ഇവിടെ ആരും കാണാനില്ല, ഒരു അനക്കമില്ലല്ലോ, ഇതൊക്കെ തുറന്ന് കിടക്കാണല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ നുണ പറഞ്ഞാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ നുണ പറഞ്ഞല്ല, സത്യമായിട്ട് ഉണ്ടായതാണ് ഇവിടെ. എന്തായാലും ഞാൻ നാളെ തന്നെ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോകണം, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴേക്കുണ്ട് ആ 3 പേര് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പറഞ്ഞു ഇവരാണ് ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അവർ 3 പേര്, ഇയാളടക്കം 4 പേര്, ഞാനടക്കം 5 പേര്. അപ്പോൾ അതുകൊണ്ട് ഈ 5 പേരും ഞങ്ങളൊരു ടീമാണ്. ഇവിടെ പലരും ഇതുപോലെ വന്ന് താമസിക്കാറുണ്ട്, ഞങ്ങളൊക്കെ അവരെ ഇതുപോലെ ഒറ്റയ്ക്ക് പോയവരെ ഞങ്ങൾ പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനും കൂടി ആ വെള്ളം വെക്കട്ടിക്ക് കയറാൻ നിന്നു. പരിപാടി പിടിക്കാനായിട്ട് കെട്ടിപ്പിടിക്കാൻ നിന്നു. കെട്ടിപ്പിടിക്കാൻ അവളെ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചു. ഇങ്ങനെ നിൽക്കുന്നതോടുകൂടി ഇവൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല. അതിൻ്റെ ഇവിടെ ഓടനോട് കൂടിയിട്ട് ഇവരേത്ത് ഓടാനും പിടിക്കാനൊന്നും നടക്കണ കാര്യമല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവിടെ പിടിച്ച് ഒരു 5 പേരും ആ കാട്ടിലിട്ടിട്ട് ബലാത്സംഗം ചെയ്യുക. അതും വളരെ ക്രൂരമായിട്ട് മാറി 5 പേരും ബലാത്സംഗം ചെയ്യുക. ഈ 5 പേരും ബലാത്സംഗം ചെയ്യാനോ തന്നെ ആ വിഷ്വൽസൊക്കെ ഇവർ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അതും കണ്ട് രസിക്കുക ഇവർ. അത് കഴിഞ്ഞിട്ട് ഇവളെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ ഒരാൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ലിംഗത്തുമ്പോൾ പിടിച്ച് ഞെക്കോടുകൂടി അയാൾ മറിഞ്ഞു വീണു. ആ താപ്പൽ ഓടി പോകണം. ഓടി പോയപ്പോൾ ഇവർ 5 പേരും പിന്നാലെ. ഇവളെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവരൊക്കെ അകത്താവും എന്ന് വിചാരിച്ചു ഒപ്പം ഇവളെ പിന്നാലെ ചെല്ലണം. പിന്നാലെ വന്നോടി അവിടെ വലിയൊരു പുഴയുണ്ട്. ആ പുഴയിലേക്ക് ഇവൾ എടുത്ത് ചാടി പിന്നെ നല്ല ഒഴുക്കുള്ള പുഴയാണ്. ഇവർ കുറേ തിരഞ്ഞവിടെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, ആരും അവളെ കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇതിൽ ചാടിയോടൊന്നും രക്ഷപ്പെടില്ല, പോലെ തന്നെ അവൾക്ക് പകുതി ജീവനാണല്ലോ, അവൾ നേരിട്ട് പോയി അവിടെ ചത്തുണ്ടാവും, നമുക്ക് നാളെ വന്ന് ശവശരീരം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോയി. പിറ്റേ ദിവസം വന്നിട്ട് അവിടെയൊക്കെ ഇവർ അന്വേഷിച്ചു, ആരും കാണാനില്ല, ഒരു സ്ഥലത്ത് ശവം കണ്ടില്ല. അങ്ങനെ ഒരു നേരിട്ട് ക്യാമ്പിൽ വന്നിട്ട് ഇവിടെ ഡ്രസ്സുകളും ബാഗും കമ്പ്യൂട്ടറും എല്ലാം എടുത്ത് പുറത്തിട്ട് എല്ലാം കത്തിച്ചിട്ട് ഈ താക്കോല് കൊണ്ട് ഈ മുതലാളിക്ക് കൊടുത്തു. മുതലാളി പറഞ്ഞാൽ ആള് ഒരു 10-20 ദിവസം ഉണ്ടാവുമെന്നുള്ള പറഞ്ഞു. എന്താ പെട്ടെന്ന് താക്കോല് ആളെവിടെ പോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് ഇവിടെ താമസിക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി, താക്കോല് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, അവർ പോയില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി, 5 പേർക്ക് സമാധാനം. എന്തായാലും പരിപാടിയും കഴിഞ്ഞ് അവൾ തട്ടിയും പോയിണ്ടാവും എന്ന് പറഞ്ഞ് അവർക്ക് സമാധാനം. പക്ഷേ ഇവൾ മരിച്ചില്ല. ഇവൾ അവിടെ നിന്ന് ഒലിച്ചു പോയിട്ട് നന്നായി നീന്തലൊക്കെ അറിയണമാണ്. അവൾ വേറെ കരയിൽ കയറി. പിന്നെ അവളുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ച, എന്നെ ഇതുപോലെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഈ 5 പേർക്കും ഇതിനുള്ള കടുത്ത ശിക്ഷ കൊടുത്തിട്ട് തന്നെയാണ് ഇവളിവിടുന്ന് പോകുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിൽ അവിടെ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ അവൾ കാടിൻ്റെ ഉള്ളിൽ തന്നെ മറിഞ്ഞിരുന്നവർ ഓരോരുത്തരെ വകവരുത്തുന്നത്. അതും വളരെ മൃഗീയമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടാണ് അവൾ ചെയ്യുന്നത്. ഇവളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ട് ഇവളെ പിടിച്ചിട്ട് അവളെ കാട്ടിൽ തന്നെ ഇവൾ പിടിച്ച് കെട്ടിയിട്ടിട്ട് വളരെ ക്രൂരമായിട്ട് ഇവളെ ചെയ്ത പോലെ തന്നെ ഈ ഒരാളെ കൊന്നത്, അതിലത്തെ ഒരാളെ കൊന്നത് ഇവൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ടിട്ട് ഇവൾ അയാളുടെ ലിംഗം മുറിച്ചിട്ട് അയാളുടെ വായിൽ തീരി വെച്ചു, വായിലുണ്ട് കൊണ്ട് അടച്ചു വെച്ചിട്ടാണ് അയാളെ കൊന്നത്. പക്ഷേ മറ്റ് 4 പേർക്കും അത് പേടിയായി. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതോടുകൂടി അവരാകെ ഞെട്ടിപ്പോയി. ഇതാരാ ചെയ്തെന്ന് ഒരു പിടുത്തമില്ല, ഇവളെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പോലീസ് വന്ന് അന്വേഷണം നടത്തി. പക്ഷേ ഒന്നും കിട്ടുന്നില്ല, ഒരു തെളിവും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ആ പെട്രോൾ പമ്പിലത്തെ അയാൾ രാത്രി അവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക. ഇവളാച്ചനെ എൻ്റെ തക്കം പാർത്ത് ചെന്ന് അയാളിനെ തലയ്ക്ക് അടിച്ച് കൊന്ന്, അയാളെ ബോധത്തിൽ തന്നെ തലയ്ക്ക് അടിച്ച് കൊന്ന് ഇതുപോലെ ലിംഗം മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അയാളും മരിച്ചു. പക്ഷേ പോലീസിന് അത് അന്വേഷണത്തിൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതുപോലെ ഈ 5 പേരെയും പല രീതിയിലും ഒറ്റപ്പെടുത്തി അവളിതുപോലെ ഈ ലിംഗം മുറിച്ച് വായിൽ വെച്ചു. അതല്ല 5ാമത്തെ ആളും മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി നമ്മുടെ ദൗത്യം കഴിഞ്ഞു, നമുക്കിനി സറണ്ടർ ആവാം. അങ്ങനെ ഇവൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു 5 പേരും എന്നെ മൃഗീയമായി ബലാത്സംഗം ചെയ്തിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ 5 പേരും കോടതിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പല ആൾക്കാരും ഇവർ ചെയ്തതാണ്. പക്ഷെ അതിനൊരു തടയായിട്ട് ഞാൻ അവർ 5 പേരെ ഞാൻ കൊന്നു മൃഗീയമായിട്ട്. ഇപ്പോൾ 5ാമത്തെ ആളും മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അവിടെ നിങ്ങളെ എടുത്ത് ഇത് സറണ്ടർ ആവണം. അതിലൊരു നിയമപാലകനും കൂടി ഉള്ളതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ അവൾ അവിടെ പോലീസിൽ എടുത്ത് അവളെ കൊണ്ടുവന്ന് ജയിലിലാക്കി. അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ 5 അല്ല 10 പുരുഷന്മാരെ വേണമെങ്കിൽ കൊല്ലാൻ കഴിയും. അവളുടെ മനസ്സിൽ വികാരം, വികാരത്തിലും സ്നേഹത്തിലൊക്കെ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സഹകരിക്കും. അല്ല, അവളുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കാൻ ഇതുപോലെ ഗ്യാങ്ങായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അതിനേക്കാളും വലിയ തിരിച്ചടി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ 1 മിനിറ്റ് സുഖത്തിന് വേണ്ടി നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗൈഡ്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.